Module 5 LIGA. LIGA is the acronym for German term lithography, galvanoforming, upforming. സോ ഈ ഒരു 3 ടേമിൻ്റെയും ഷോർട്ട് ആണ് ലിഗ എന്ന് പറയുന്നത്. ലിത്തോഗ്രഫി നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. ഗാൽവനോഫോമക് ഇസ് റിലേറ്റഡ് ടു ഇലക്ട്രോപ്ലേറ്റിംഗ്, ദെൻ അപ്ഫോമക് ഇസ് റിലേറ്റഡ് ടു മോൾഡിംഗ്. സോ ഈ ഒരു ലിഗ പ്രോസസ്സ് വെച്ചിട്ട് മെയിൻലി നോൺ സിലിക്കൺ മൈക്രോ സ്ട്രക്ചേഴ്സാണ് ഡിസൈൻ ചെയ്യുക. വെറാസ് ബൾക്ക് മൈക്രോ മെഷീനിങ്ങും സർഫസ് മൈക്രോ മെഷീനിങ്ങും പറഞ്ഞപ്പോൾ നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ സിലിക്കൺ ബേസ് ആയിട്ടുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നോൺ സിലിക്കൺ മൈക്രോ സ്ട്രക്ചറാണ്. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നിക്കലാണ്. ഈ ഒരു ലിഗ പ്രോസസ്സ് വെച്ചിട്ട് ഹൈ ആസ്പെക്ട് റേഷ്യോ ഉള്ള സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യാം. വെറാസ് ബൾക്കിലും സർഫസിലും എല്ലാം നമ്മൾ കണ്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ആസ്പെക്ട് റേഷ്യോ ആണ്. സോ ഹൈ ആസ്പെക്ട് റേഷ്യോ കിട്ടാൻ വേണ്ടി ലിഗ പ്രോസസ്സ് യൂസ് ചെയ്യാം. ദെൻ ദ സബ്സ്ട്രേറ്റ് മെറ്റീരിയൽസ് ഫോർ ലിഗ. ഈ ഒരു പ്രോസസ്സിൻ്റെ ബേസ്, അതിൻ്റെ സബ്സ്ട്രേറ്റിന് നമ്മൾ യൂഷ്വലി പറയുന്നത് ബേസ് പ്ലേറ്റ് എന്നാണ്. ആൻഡ് ദാറ്റ് ബേസ് പ്ലേറ്റ് ഇറ്റ് മസ്റ്റ് ബി ആൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഓർ ആൻ ഇൻസുലേറ്റർ കോട്ടഡ് വിത്ത് കണ്ടക്റ്റീവ് മെറ്റീരിയൽ. ബിക്കോസ് ആ ഒരു ലിഗ പ്രോസസ്സിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് വരും. സോ ആ ഒരു സ്റ്റെപ്പ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് കണ്ടക്റ്റിംഗ് ടൈപ്പ് ആകണം എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് വരുന്ന സബ്സ്ട്രേറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഓസ്റ്റനൈറ്റ് സ്റ്റീൽ, സിലിക്കൺ വേഫർ വിത്ത് തിൻ ടൈറ്റാനിയം ഓർ സിൽവർ ക്രോമിയം ടോപ്പ് ലെയർ, കോപ്പർ പ്ലേറ്റഡ് വിത്ത് ഗോൾഡ്, ടൈറ്റാനിയം ആൻഡ് നിക്കൽ. ഇതെല്ലാമാണ് കോമൺലി യൂസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പ്രോസസ്സിൽ ഫോട്ടോ റെസിസ്റ്റ് യൂസ് ചെയ്യും. സോ ആ ഒരു ലിഗ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഫോട്ടോ റെസിസ്റ്റിന് വേണ്ട റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി സെൻസിറ്റീവ് ടു എക്സ്റേ റേഡിയേഷൻ. എക്സ്റേ വരുമ്പോൾ അത് ഡിസോൾവ് ആകണം. Second point is it must have high resolution as well as high resistance to dry and wet etching. Must have thermal stability up to 140 degrees Celsius. The unexposed resist must be absolutely insoluble during development. Also, it should have very good adhesion to the substrate ഡ്യൂറിങ് ഇലക്ട്രോപ്ലേറ്റിംഗ്. സോ ഇതെല്ലാമാണ് ബേസിക് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ലിഗ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഫോട്ടോ റെസിസ്റ്റിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഇത്രയുമാണ്. സോ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് PMMA ആണ്, പോളിമീഥൈൽ മെത്തക്രിലേറ്റ്. സോ ബട്ട് ഈ ഒരു PMMA യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്രാക്ക് ആകും. ഓൾസോ അതിൻ്റെ ലിത്തോഗ്രാഫിക് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ലോ ആണ്. ദാറ്റ് മീൻസ് ആ ഒരു ലിത്തോഗ്രാഫിക് പ്രോസസ്സ് എന്ന് പറയുന്നത് PMMA യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ഫാബ്രിക്കേഷൻ. സോ ഇതാണ് ലിഗ പ്രോസസ്സിൻ്റെ മേജർ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ഡീപ്പ് എക്സ്റേ ലിത്തോഗ്രഫി. Then photoresist with desired patterns, electroplating of metal on patterns. ഇത് മൂന്നുമാണ് ബേസിക്കലി ഒരു ലിഗ പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഒരു ഡീപ്പ് എക്സ്റേ ലിത്തോഗ്രഫിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ഡീപ്പ് എക്സ്റേ ഫോം ചെയ്യുന്നത് സിങ്ക്രോട്രോൺ റേഡിയേഷൻ സോഴ്സ് വെച്ചിട്ടാണ്. സോ ആ ഒരു സിങ്ക്രോട്രോൺ സോഴ്സ് വെച്ചിട്ടാണ് ഹൈലി കോളിമേറ്റഡ് ആയിട്ടുള്ള എക്സ്റേ ബീംസ് ജനറേറ്റ് ചെയ്യുക. സോ ഈ ഒരു എക്സ്റേ ബീമാണ് ഫോട്ടോ റെസിസ്റ്റിലേക്ക് പാസ് ചെയ്യുക. ആസ് എ റിസൾട്ട് ഫോട്ടോ റെസിസ്റ്റിൽ ഡിസൈഡ് പാറ്റേൺ ഫോം ചെയ്യും. എക്സ്റേ വന്ന് ഫോട്ടോ റെസിസ്റ്റിൽ വീണ് കഴിഞ്ഞാൽ അതവിടെ ഡിസോൾവ് ആയിട്ട് നമുക്ക് വേണ്ട പാറ്റേൺ ഫോം ചെയ്യും. ഈ ഒരു എക്സ്റേ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എക്സ്റേൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കുറവാണ്. ആസ് എ റിസൾട്ട് അതിൻ്റെ പെനിട്രേറ്റിംഗ് പവർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഹൈ പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ കൂടുതലായിരിക്കും. ഹൈലി പെനിട്രേറ്റ് ചെയ്യാൻ മീൻസ് ഒരുപാട് ഡെപ്തിലേക്ക് അത് പെനിട്രേറ്റ് ചെയ്ത് പോവാണ്. ദാറ്റ് മീൻസ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും.
ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ എക്സ്റേ മെയിൻലി ലിഗ പ്രോസസ്സിൽ യൂസ് ചെയ്യുക. ഒരു എക്സാമ്പിൾ ഈ പറഞ്ഞ ആ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. സോ ഫസ്റ്റ് എക്സാമ്പിൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ട്യൂബ് ഡിസൈൻ ചെയ്യുകയാണ്. ഒരു മെറ്റാലിക് ട്യൂബ്. അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ആണ് ഓർ സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ്. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ബേസ് പ്ലേറ്റ്, നമ്മുടെ സബ്സ്ട്രേറ്റ് എടുക്കുക. സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ ഫോട്ടോ റെസിസ്റ്റ് കോട്ട് ചെയ്യാം. ഫോട്ടോ റെസിസ്റ്റായിട്ട് ലിഗ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത് PMMA ആണ്. സോ ഫസ്റ്റ് ഫിഗർ എ നോക്കുകയാണെങ്കിൽ സബ്സ്ട്രേറ്റ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഫോട്ടോ റെസിസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ റെസിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് PMMA ആണ്, പോളി മീഥൈൽ മെത്തക്രിലേറ്റ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ ഈ ഒരു സ്ട്രക്ചറിന് എക്സ്റേയിലേക്ക് എക്സ്പോസ് ചെയ്യും. ദാറ്റ് മീൻസ് മാസ്ക് നമ്മളവിടെ യൂസ് ചെയ്യും. ഫുൾ എക്സ്റേ പാസ് ചെയ്യുകയല്ല, നമുക്ക് വേണ്ട പാറ്റേൺ ആണ് ആ സബ്സ്ട്രേറ്റിലേക്ക് ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് നമ്മളവിടെ ഒരു ഒരു മാസ്ക് യൂസ് ചെയ്യും. കോമൺലി യൂസ് ചെയ്യുന്ന മാസ്ക് എന്ന് പറയുന്നത് സിലിക്കൺ നൈട്രൈഡ് ആണ്. സോ ആ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ സബ്സ്ട്രേറ്റ് PMMA സ്ട്രക്ചറിന് തൊട്ട് മുകളിലായിട്ട് സിലിക്കൺ നൈട്രൈഡിൻ്റെ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ മിക്ക മാസ്കിംഗ് മെറ്റീരിയൽസും എക്സ്റേസിനെ പാസ് ചെയ്യും. സോ നമുക്ക് എല്ലാ എക്സ്റേസിനെയും പാസ് ചെയ്യേണ്ട വേണ്ട സ്ഥലത്ത് അതിനെ ബ്ലോക്ക് ചെയ്യണം. സോ ഇൻ ഓർഡർ ടു ബ്ലോക്ക് എക്സ്റേ വി ഹാവ് ടു കോട്ട് ദ മാസ്ക് വിത്ത് എ തിൻ ഫിലിം ഓഫ് ഗോൾഡ്. അതിന് വേണ്ടിയാണ്, ആ എക്സ്റേനെ ഒന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഗോൾഡ് വെച്ചിട്ട് മാസ്കിനെ ഒന്ന് കോട്ട് ചെയ്യാം. സോ ദെൻ എക്സ്റേ പാസ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പോസ്ഡ് ഏരിയ, മാസ്ക് ഇല്ലാത്ത ഏരിയ എല്ലാം ഡിസോൾവ് ആകും. സോ ഇതാണ് ആ ഒരു ഫിഗർ ബിയിൽ കാണിച്ചിട്ടുള്ളത്. വൺസ് എക്സ്റേയിലേക്ക് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള റീജിയൻസ് എല്ലാം ഡിസോൾവ് ആകും. അതാണ് ആ ഒരു മിഡിൽ പോർഷനിലുള്ള PMMA ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ ഡിസോൾവ് ആയി. ദാറ്റ് മീൻസ് ഇപ്പോൾ ആ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ റെസിസ്റ്റിൽ ആ ഒരു ഗ്രേ കളർ കാണിച്ചിട്ടുള്ള ഒരു ഫുൾ സ്ട്രക്ചറാണ് ഫോട്ടോ റെസിസ്റ്റ് എന്ന് പറയുന്നത്. ഡീപ്പ് എക്സ്റേ ലിത്തോഗ്രഫി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ റെസിസ്റ്റിൽ നിങ്ങളുടെ ഡിസൈഡ് പ്രൊഡക്റ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ ഫോം ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ലിത്തോഗ്രഫി കഴിഞ്ഞു ഗാൽവനോഫോമക് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഗാൽവനോഫോമക് മീൻസ് അത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാം. മീൻസ് ആ ഒരു PMMA ഫോട്ടോ റെസിസ്റ്റൻ്റ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുക. ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നിക്കലാണ്. സോ ഫിഗർ C നോക്കുകയാണെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഈ പറയുന്ന നിക്കൽ കോട്ട് ചെയ്യുക, ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുക. സോ വൺസ് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണ്ടത് ആ ഒരു ഡിസൈഡ് ഫോമിലേക്ക് ഇതിനെ മാറ്റുകയാണ്. ദാറ്റ് മീൻസ് അൺവാണ്ടഡ് ആയിട്ടുള്ള PMMAനെ റിമൂവ് ചെയ്യും ബൈ ഓക്സിജൻ പ്ലാസ്മ ഓർ കെമിക്കൽ സോൾവെൻറ്റ് ഏതെങ്കിലും വെച്ചിട്ട് അത് അൺവാണ്ടഡ് PMMAനെ റിമൂവ് ചെയ്യും. സോ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് ട്യൂബാണ്. അത് ഇൻസൈഡ് മെറ്റൽ വെച്ചിട്ട് ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് അടുത്തൊരു എക്സാമ്പിൾ. ഇപ്പോൾ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെ ഇവിടെ ഒരു ഗിയർ ഫോമേഷനാണ്. സോ അതിന് വേണ്ടി സബ്സ്ട്രേറ്റ് എടുത്തിട്ടുണ്ട്. സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ PMMA മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു മാസ്ക് വെച്ചിട്ട് എക്സ്റേ പാസ് ചെയ്യുകയാണ്. മാസ്ക് എന്ന് പറയുന്നത് മാസ്കിൽ ഒരു ഗോൾഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടുണ്ടാവും ഇൻ ഓർഡർ ടു ബ്ലോക്ക് എക്സ്റേ. സോ എക്സ്റേ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ റെസിസ്റ്റിൽ അൺമാസ്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം എക്സ്റേയിൽ ഡിസോൾവ് ആവും. അതാണ് ആ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ആ ഏരിയാസ് മൊത്തം ഡിസോൾവ് ആയി. ദെൻ വൺസ് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മീൻസ് അതിലേക്ക് നിക്കൽ pour ചെയ്യുക എന്നുള്ളതാണ്. സോ
നെക്സ്റ്റ് സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിക്കൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് മെറ്റലിനെ ആ ഒരു ഷേപ്പിലേക്ക് പാസ് ചെയ്യാണ് അല്ലെങ്കിൽ pour ചെയ്യാണ്. സോ അത് pour ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പ്ലേറ്റഡ് ആകും. ദെൻ അൺവാണ്ടഡ് ആയിട്ടുള്ള PMMAനെ റിമൂവ് ചെയ്യും. സോ ഫൈനൽ എന്ന് പറയുന്നത് ഒരു ഗിയർ ഷേപ്പായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ ഇത്രയാണ് ഒരു ലിഗ പ്രോസസ്സിൽ വരുന്ന മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ആ ഇത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ട പ്ലാസ്റ്റിക് മോൾഡോ അല്ലെങ്കിൽ മെറ്റാലിക് മോൾഡോ അതിന് കൊടുക്കും. അതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, മോൾഡിങ്. സോ ദെൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലിഗ പ്രോസസ്. ഫസ്റ്റ് വൺ ഇസ് വെർച്വലി അൺലിമിറ്റഡ് ആസ്പെക്ട് റേഷ്യോ ഓഫ് ദി മൈക്രോസ്ട്രക്ചർ ജോമെട്രി. നമ്മൾ പറഞ്ഞു ഹൈ ആസ്പെക്ട് റേഷ്യോ ഉള്ള ഡിവൈസസ് ആണ് ഇവിടെ ഫോം ചെയ്യുക. ദെൻ ഫ്ലെക്സിബിൾ മൈക്രോസ്ട്രക്ചർ കോൺഫിഗറേഷൻ ആൻഡ് ജോമെട്രി. ദെൻ ഇറ്റ് അലൗസ് ദ പ്രൊഡക്ഷൻ ഓഫ് മെറ്റാലിക് മൈക്രോസ്ട്രക്ചർ എന്ന് പറഞ്ഞു. മെറ്റാലിക് കോട്ടിങ് അവിടെ കൊടുക്കുന്നുണ്ട്. അതർ ദാൻ സിലിക്കൺ വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് അവിടെ ഡിസൈൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. സോ ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് ഈ ബൾക്ക് സർഫസ് ലിഗ എന്ന് പറയുന്ന ആ ഒരു 3 പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ മെറ്റാലിക് മൈക്രോസ്ട്രക്ചർ ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ലിഗ പ്രോസസ്സാണ്. ദെൻ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാം. ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിക്വിഡ് സോൾഡിഫൈ ആവുന്നതിനെയാണ് ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്ന് പറയാം. ലിക്വിഡ് മെറ്റീരിയലിനെ pour ചെയ്യും, അതവിടെ സോൾഡിഫൈ ആവും. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ഇറ്റ്സ് ആൻ എക്സ്പെൻസീവ് പ്രോസസ്. ദെൻ ഇറ്റ് requires an synchrotron radiation source in order to generate that deep X-ray. Next one is it requires the development of micro injection molding technology and a facility for mass production purpose.